ഹായ് ഗായ്സ്, ഇന്ന് നമ്മള് വെറുതെ വൈകുന്നേരം പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച് ഇന്ന് നമ്മളിവിടെ ബാലുണ്ട്, ആയത്ത്, പിന്നെ ഋഷ് വന്നിട്ടുണ്ട്. എന്തുണ്ട്, സുഖല്ലേ? പിന്നെ സുഖം തന്നെ. അപ്പൊ ഇപ്പൊ നമ്മള് ബാലിന്റെ കാർ എടുക്കാൻ പോകുന്നത്. ഒരു പോളോ ഉണ്ട്, പോളോ എടുത്തിട്ട് പോളോന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. കാറുണ്ട്. അതിന്റെ പോപ്സ് ആൻഡ് ബാഗ്സ് ഉണ്ടാ? ബാങ്ക്സ് ഇല്ല, ടെർബോ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോ എന്തെങ്കിലും കുരുങ്ങുള്ള അച്ഛനൊന്നും ഞാൻ വേറെ നോക്കാന്നാല്. ഓണാക്കിട്ട് 100 കാണാ. 100 കാണി ലൈറ്റ് ഓണാക്കി. വൈപ്പർ വന്നിട്ടില്ല. താക്കോല് എനിക്ക് ഇങ്ങോട്ട് നോക്കോ, താക്കോല് ഓഫ് ആക്കുക. വേറെ എന്താണ് നിന്റെ വണ്ടി ഇങ്ങനെ? നല്ല അടിപൊളിയല്ലേ? പിന്നെ നല്ല കാറ്റാ. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കണ്ണൂരിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്ന് ഈവനിങ് ഒരു ചായയും കടിയെല്ലാം കഴിച്ച് എല്ലാനെയും എന്റെ വീട്ടിൽ പോകാനുള്ള അധികം ചോട്ടില്ല. അമ്മനെ കൂട്ടാൻ പോണം. അമ്മനെ ഓണത്തെ ഇപ്പം വരും. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അമ്മനെ വന്നിട്ടാവാം. എന്റെ മോനെ വണ്ടിന്നിപ്പോ കിട്ടില്ല, ഒച്ച വരുവേ. അടി പൊട്ടുന്നോ? തന്നാലല്ലേ പൊട്ടുന്നു. എന്തെല്ലാം നോക്കിയാട്ടെ. അവിടെ ഇന്ന് കണ്ണൂരിൽ എത്രയാ പ്രീമിയം കാർസ് ഇപ്പൊ അല്ലേ? അത് അത് ഫുൾ പൈസ കാറല്ലേ കണ്ണൂരത്തോ? നമുക്ക് മാത്രമേ പൈസ ഇല്ലാണ്ട്. ഉടനെ നമ്മളും കുറച്ച് പൈസ ഉണ്ടാക്കണം. നമുക്ക് ഇല്ലാണ്ടില്ലപ്പോ. നമ്മളിങ്ങനെ പോളോയിൽ കറങ്ങുന്നത്. പോളോ എടുത്തതിന് കാരണമുണ്ട്, മൈലേജ് നല്ല കിട്ടും. അവിടെ പോളോ എടുക്കുന്നത് 20 മൈലേജ് കിട്ടും. ഇതിന്റെ 20 കിട്ടും. ഓ നൈസ്. ഹലോ, ഒരു നാൾ മാറണം, കുറച്ച് അടിപൊളി പ്രീമിയം കാറിന്റെ അടുത്തേക്ക് നമുക്ക് നടക്കണം. കണ്ണിട്ട് നോക്കുന്നില്ല. ഓ എവിടെയാ നീ നോക്കുന്നത്? നോട്ടി ബോയ്. നൈസായിട്ട് വണ്ടീന്റെ പണി കുറച്ചാള് കഴിഞ്ഞാല് സെറ്റ് ആക്കി എടുക്കാം. ഒരു പെണ്ണിന് വേണ്ടിട്ട് പാവൻ ചെക്ക ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ജീവിച്ചോ അല്ലേ? നമുക്ക് ജീവിതം കൊതിട്ടല്ലേ? നമ്മളെ ഇറക്കിട്ട് ഞാനിക്കോ ഒറ്റക്കാക്കിയാ മതി. ഇവിടെ ക്യാമറ വെക്കുക, ഇത് വെച്ചിട്ട് ക്യാമറ വെക്കുക. എല്ലാം ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് വിട്ടോ, ഫോട്ടോ വെച്ചേ. എനിക്കും ഒരു നിങ്ങൾക്കും ഒരു നിർദ്ദേശമാണ്, പെണ്ണിന് പിന്നാലെ പോകാൻ പാടില്ല. ഞാൻ നിർത്തി. പിന്നെ നല്ലൊരു തിന്നെ പോണം. കണ്ട ഏതെങ്കിലും ഒരു തിന്റെ പേര് പോകാൻ പാടില്ല. അങ്ങനല്ല, ട്രൂ ആയിട്ട് നോക്കുന്ന ആ പെണ്ണിൽ തന്നെ നോക്കുക. അല്ലാണ്ട് വെറുതെ കണ്ട മുമ്പിട്ട് നോക്കി വാങ്ങും. ചെക്കൻ കുറച്ച് ശോകല്ലേ അല്ലേ? പല ചെക്കനൊന്ന് ശരിയാക്കി എടുക്കണം അല്ലേ? ഏടാ ശരിയാവുന്നില്ലടാ, ലേശം ലൂസാണ്. ഇതിലേ പോയതാ. ദുബായ് ഡ്രൈവർ അപ്പൊ വണ്ടി കണ്ടോണ്ട് സൈഡാക്കി. ഒരു കോമഡി ഉണ്ട് കേട്ടാ. അവിടെ അവന്റേനെ കൂട്ടാൻ വന്ന അപ്പൊ ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടിയെ കാണിച്ചതാ. ഈ വണ്ടി ആദ്യത്തെ പണ്ട് ഉപയോഗിച്ചോണ്ടുള്ള വണ്ടി അതല്ലേ? ആദ്യത്തിന്റെ വണ്ടി. അപ്പൊ അവന്റെ ഓ ടൈമിൽ ഇപ്പൊ ഈ വണ്ടിയില്ലേ നോക്കിയാ KL 7987. അല്ല ഇത് നമ്പർ നോക്കിയാ. ഇതാ വീഡിയോ പിടിക്കല്ലാലും ഇതാ ആയി പറ എല്ലാവരോട്. ഇതാരെ വണ്ടി? ആരാ വണ്ടി അത്? പറ. സുഹേലിന്റെ വണ്ടിയാ? അപ്പൊ നിന്റെ ഓരോരുത്തര് പറഞ്ഞല്ലേ ഇത്? അടെ ഇത് ഇവന്റെ പഴയ വണ്ടിയാണ്. ഇവന്റെ ഇവന്റെ വാങ്ങിയതാ വണ്ടി. ഇതാ ഇവന്റെ വണ്ടി. ഓക്കെ, അതിന്റെ അപ്പൊ നമുക്ക് പോയിട്ട് വരുന്നു. ബൈ. നമുക്ക് പിന്നില്ലേ ഇവിടെ പഴയ ഇൻസ്റ്റാഗ്രാം ഐഡിയ എന്താ അറിയോ? തുളിപ്പ്. അതിനെ പറ്റിട്ടായിരുന്നു നേരത്തെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്. ഇവന് നിന്നെ അറിയാം. അതെ അതെ. അപ്പൊ ഞാൻ തുളിപ്പിണ്ടല്ലേ ഇത്. ഇവൾക്ക് പെമ്പിള്ളറായാലും വേണ്ട, ആമ്പിള്ളറാണ് നോക്കുക അല്ലേ? ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ചെക്കനില്ലോട്ട് രക്ഷപ്പെട്ട്, ലജു ഉള്ളോട്ട് ഓക്കെ. സ്പീക്കറിൽ മേടിച്ചിട്ട് തുളിപ്പ്.
നിന്നെ അറിയാത്ത ആൾക്കാരില്ല കേട്ടോ, നീ പണ്ടേ ഫേമസ് അതല്ലേ? പണ്ടത്തെ ഒരു കോമഡി ഉണ്ട്. ആ പറഞ്ഞോ. ആരെ ധ്രുവത് സായന്ത് നമ്മള് വീട്ടിൽ പഠിക്കില്ല, സ്കൂളിൽ നമ്മള് വീട്ടില്ല, നമ്മള് പഠിച്ച സ്കൂളാണ് എസ് എൻ ട്രസ്റ്റ്. ഇവിടെ ഇതില്ല മതിലുണ്ടാ, നമുക്ക് സ്കൂളിലാവില്ല. എന്നിട്ട് മതിലുള്ളി അല്ലേ? അറിയാം സാറ് പിടിച്ചതല്ലേ? സാറിന് ആരേലും സാറ് ആരേലും ധ്രുവ നേരെ തുള്ളി സാറിനും ഇല്ല. നമ്മള് എത്തി നോക്കി കണ്ട പടം ഞാനും സായന്ത് മുങ്ങിയാടുന്നത്. ഞാൻ ഇവനെല്ലാം കൂടി ഒരേ സ്കൂളിലാണ് പഠിച്ചത്, എസ് എൻ ട്രസ്റ്റിൽ. അടുക്കടുക്ക ഇതാ നമ്മുടെ വിഷ്ണുവിന്റെ വീട്. വിഷ്ണു ഈ വ്ളോഗ് ആണെങ്കിൽ നിന്റെ വീടിന് വേണ്ടിട്ട് നമ്മളൊരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇച്ചു എന്ന് വിളിക്കല്ലേ? ഇതാണ് നമ്മള് ഇച്ചു, പണ്ടത്തെ ഇച്ചു ഇപ്പത്തെ ഇച്ചു എന്ന് നോക്കിയ മാറിയല്ലേ? അവിടെ സ്പെക്സ് നോക്കട്ടെ. നീയാണ് ഇന്നത്തെ മെയിൻ നമ്മളെ തുളിപ്പ് വെയിൻ. എന്റെ മോനെ ഇന്ന് നമ്മള് ഡ്രോപ്പിനും കൂടി പോകുന്നുണ്ട്. ഡ്രോപ്പിന് എടുക്കേണ്ടത് ഷൂസ് എടുക്കണം. അതിന്റെ വ്ളോഗും കൂടി സിറ്റിയെല്ലാം പ്രശ്നം എന്താടാ? പല എത്ര വയസ്സായി? 21 വയസ്സായില്ലേ? 22 വയസ്സായില്ലേ? നമ്മൾ എത്ര വയസ്സായാലും നമ്മള് ജീവിതം ആസ്വദിക്കണം, ഇപ്പോൾ എൻജോയ് ചെയ്യണം ജീവിതം. എത്ര വയസ്സായാലും നമ്മള് ജീവിതം നമുക്ക് എങ്ങനെ നമ്മള് ജീവിക്കാം. നടക്കുന്നല്ലേ എന്താ പിള്ളേരുടെ സെറ്റ് അല്ലല്ലേ? വയസ്സൊക്കെ ഉണ്ടാ? മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല മാല. അത് ഒന്നും കൂടി പറ. എന്നിട്ട് അമ്മയെല്ലാം പറഞ്ഞോട് കൈയിട ബാലല്ലെങ്കിൽ കുറച്ച് ചാട്ടം കൂടുതലിട്ട് എനിക്ക് അറിയാം. എനിക്കും ഉണ്ടാ? അയ്യോ ഫാമിലി എല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കുറച്ചത്തെ പൊറക്കണം. ഇന്നലെ എന്റെ വീട്ടിലേനും വ്ളോഗ് എന്ന് പറഞ്ഞപ്പോ അപ്പാണ്ട് ഫുഡും കഴിക്കാണ്ട് നേരെ അടിപൊളി ഷർട്ടും അടിപൊളി പാന്റിൽ ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ്. അതിനെത്ര പൈസ? 100 ഓഫ് ഇതാ ആയി പൂക്കി. അവിടെ കോളേജ് നോക്കിയില്ല, ഞാനിപ്പോ വ്ളോഗ് ചെയ്യല്ലേ. അവിടെ ബാലിനെ പറ്റിട്ട് എന്താ നിങ്ങക്ക് പറയാനുള്ളത്? ഒരു 2 വർത്തമാനം പറയാം ബാലിനെ പറ്റിട്ട്. ഉണ്ടാവും. ബാലിന് എങ്ങനെയാണ് ആള്? എടാ അല്ല, ജീവിതമല്ല. ഇപ്പൊ എനിക്കൊരു വേറൊരു ഡൗട്ട് ഉണ്ടടാ. ബാലിനും ഇവനും കൂടിയിട്ട് എന്തോ ഡിങ്കോൾഫി ഉണ്ട് ഇല്ലേ? ബാൽ ആരും ഗേ ആണത്? ഗേ എന്ന് പറയാൻ പറ്റില്ല, ബൈസെക്ഷല. നാളെ ദീപ് വരുമോ? നാളെ നോക്കാം. ഓക്കെ ഇൻഷാ അള്ളാ. അപ്പൊ ഇപ്പൊ നമ്മള് ബേബി ബീച്ചിലെത്തിയിട്ടില്ലേ? ഒരു ചായ എല്ലാം കുടിക്കാം അല്ലേ? ചായ കുടിക്കാം. അപ്പൊ നമ്മളെ വേറൊരു ചങ്ങായി വന്നിട്ടുണ്ട്, സ്വലന്റെ വണ്ടി. ഇത് അടിപൊളി വണ്ടി. എന്തേനു വണ്ടി അടിപൊളി കേട്ടോ. എന്റെ സൂപ്പറാ. ബേബി ബീച്ചിലല്ലേ? ബേബി ബീച്ചിൽ നമ്മളെ കമ്പനിക്കാരെല്ലാം ഉണ്ട്. ബാലൻ ഷെയർ എത്തിയിട്ടുണ്ട്. ഷെയർ കൂളിംഗ് ഗ്ലാസ് ഇല്ല, എടുത്തില്ല. അടനി എന്താ പറയല്ലേ? സുഖ നിക്കത്ത വ്ളോഗിൽ വരാൻ മടി. സൂപ്പർ അപ്പൊ ഓക്കെ, ഒരു പുതിയ ആളും കൂടി ഉണ്ട് നമ്മളിപ്പോ. പേര് ഷുട്ടു. ഷുട്ടു എങ്ങനെയുണ്ട്? സുഖാടാ? ഇനിതാ മന്യ. അപ്പൊ ഇവിടുത്തെ കാഴ്ചയല്ല അടിയോ. ഓ നൈസ് വണ്ടി. ഇവിടുത്തെ കാഴ്ചയല്ല അടിപൊളിയാട്ടെ. ഇതാ ഞാൻ വ്ളോഗിങ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയ അഭിപ്രായം എന്താണല്ലേ? എങ്ങനെ ഞാൻ രക്ഷപ്പെടുവോ ഇതില്? അപ്പൊ ഇപ്പൊ വേറെ സ്ഥലത്ത് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. 2 വണ്ടിയെല്ലാം ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് പിള്ളേര്.
ആ എങ്ങനെയുണ്ട് ഉഷാറാവാ? ഫോട്ടോസും കാര്യങ്ങളെല്ലാം എന്തിട്ട്? ഓ അടിപൊളി. സ്ഥലം എന്താണ് അഭിപ്രായം? അടിപൊളി ഫോട്ടോഗ്രാഫറല്ലേ? എന്റെ മുടിയേ സൂപ്പറാണ് കേട്ടാ. എനിക്ക് കൊറേ പെമ്പിളർ ഫാൻസ് വരും കേട്ടോ. സത്യം പറയാല കുറച്ച് ലുക്ക് കൂടുതലേ. അമ്മന് ഇന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ അറിയില്ല എന്ത് പറ്റിയ അവന്. കൊറേ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടോട്ടാ. ബോയ് ഫ്രണ്ട് പോയോണ്ടോ? ഓ സെഡ്. നെജു ഇത് കാണുന്നുണ്ടേല് ഇവള് ബോയ് ഫ്രണ്ട് പോയിട്ട് ഭയങ്കര സെഡ് ആവല്ലോ കേട്ടാ. അപ്പൊ നമ്മള് പയ്യാമ്പൽ ബീച്ചിലേക്ക് പോകാൻ പോക്കാം. ഓക്കെ അത് പോവല്ലോ. ഞാൻ ഇതിന്റെ അകത്ത് തരാം. അവിടെ ക്യാമറ മാറ്റിക്കോ. ഓക്കെ നൈസ്. പോപ്സ് ആൻഡ് ബാഗ്സ് ഉണ്ട് ഇതിന്റെ അകത്ത്. പോപ്സ് ആൻഡ് ബാഗ്സ് ഉണ്ടാ? അതൊന്നുമില്ലല്ലേ. പക്ഷെ വണ്ടി നീറ്റ് ആവട്ടെ. അടിപൊളി കണ്ടീഷൻ ആണ്. കാണോ ഞാൻ ഈ കാറിലുണ്ട്. എന്താ പറയാനുള്ളത് നിങ്ങക്ക്? ഡ്രാഗ് റേസാ എന്നാവാ നിക്കത്ത് നോക്കിയാ ബാക്കിൽ തന്നെ കാറുണ്ട്. എന്നാ വായോ നമുക്ക് നോക്കാം. ചവിട്ടിടാ. ഓ ഒരു സ്ഥലം കിട്ടിയില്ല. ചെലപ്പോ പോളെല്ലാം അടിച്ച് കേറ്റാം. ഇല്ല കാണുന്നേ ഇല്ല. ഡ്രാഗ് ഉണ്ട് എന്നല്ല മറ്റേ ബാലം വന്നിട്ട് ബാലിനെ കാണുന്നേ ഇല്ലേ. ബാല ഈ വ്ളോഗ് വരുന്നുണ്ടോ? അപ്പോ തോറ്റു എന്ന് സമ്മതിച്ചു. ഇല്ല എടാ മതി കഴിഞ്ഞു. ഡ്രാഗെല്ലാം കഴിഞ്ഞ ബാലം കുട്ടി. ഇപ്പൊ പയ്യാമ്പലെത്തി. ബാലം തോറ്റിനെ കേട്ടോ ഉറപ്പായിട്ടു. ഇവിടെ ഈ വളവിന്റെ അടുത്തെത്തി. ബാക്കിൽ ഇപ്പൊ വണ്ടിയുണ്ട്. പക്ഷെ ഡ്രാഗ് കയറിയിട്ടൊന്നുമില്ല. 50 പൊട്ടിച്ചാട്ടാ. അപ്പൊ പയ്യാമ്പലെത്തി. പയ്യാമ്പലത്തെ കുറച്ച് അടിപൊളി കാഴ്ചകൾ കാണിച്ചത് ഇനി. അപ്പൊ ഇപ്പൊ നമ്മള് പയ്യാമ്പലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വിശ്വാസമാണ്. അവിടെ പയ്യാമ്പലെത്തി. നിങ്ങൾ തോറ്റ കേട്ടാ. പയ്യാമ്പലത്തെ ബ്ലോക്ക് ഇത് കഴിയൂലേ? ഇടിയില്ല. എന്റെ ഫോണിൽ 1% ചാർജ്. അതുകൊണ്ട് കണ്ടിട്ട് തകിട് നിർത്തുന്നതേ. ഓക്കെ നീ തോറ്റേ. ഓക്കെ തെറ്റ്. പോളു ഷിഫ്റ്റ് തമ്മിലെ റേസില് ഷിഫ്റ്റ് ജയിച്ചതാണ്. അതിന് ശേഷം ഇതാ ഇപ്പൊ വെറുതെ ഇടുന്ന പൊജ ആക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പിള്ളേരെല്ലാരും കൂടിയിട്ട് പയ്യാമല നീർക്കട എത്തിയിട്ടുണ്ട്. നീർക്കട നല്ല അടിപൊളി വിഷ്വല മോനെ. കാറൊക്കെ ഏതാല്ലേ പൊളി. സ്വലേന്റെ കാറ് സെറ്റ്. ഇതുപോലെ ബാലിന്റെ കാറും അടിപൊളി. ഓക്കെ ഇതാ വിഷ്വൽസ് നിങ്ങൾ കണ്ടോ? അപ്പൊ എടാ റേസിൽ തോറ്റിട്ട് എന്താ പറയല്ലേ? വണ്ടി ഓടിച്ചോ. ഒരു ജയിക്കലും ഇല്ല. ആടെ പയ്യാമ്പല സ്റ്റാർട്ടിങ് വരെ ഉണ്ടായിട്ടുള്ളൂ കേട്ടാ. അത് കഴിഞ്ഞ ശേഷം വലിയ ഷോ അല്ലേ? അല്ല പോരെ നീ ഇതിനകത്ത് ഏത് കാറിലല്ലേ? ഇവന്ന് അടുക്കുന്നത് മാറി കയറിയതാ കേട്ടാ. പയ്യാമ്പലത്ത് ഓടിക്കയറിയത് എന്റേല്. കോമഡി പീസല്ലേ ഇവരെല്ലാരും. ഒരു വാക്കിന് പോയിട്ടും വരാം. പയ്യാമ്പലത്തിട്ടുണ്ട്. പയ്യാമ്പലത്തിൽ നിന്ന് ഒരു ചെറിയ വാക്കുമായിട്ട് നമുക്ക് കാണാം. വീട്ടിൽ പോകാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. ബാലന്റെ ഓരോ കോപ്രായങ്ങൾ കാണാം നമുക്ക് കേട്ടാ. ഒരു ഫണ്ണി ക്യാരക്ടറാണ് ബാലൻ. ഫ്ലാഷ് അടിക്കുന്നുണ്ട്. ഫ്ലാഷ് അടിച്ചാൽ കാണും രാത്രി. എല്ലാം രാത്രി കാണില്ല. കൊറേ ഗേള് ഫോളോവേഴ്സ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു റീൽസിൽ ഇട്ടിടെ ക്ലിക്കാവും കേട്ടോ അല്ലേ? ബീച്ചില് സ്പീക്കറിലായിട്ട് നടക്കുന്നുണ്ടേ. ഇതെന്താ ഇങ്ങനെ കളിച്ചു വിട്ടത്?
എടാ കോപ്പി റൈറ്റ് ഇട്ടോ? ആ ഇപ്പൊ നമ്മള് പയ്യാമ്പലത്തിലുണ്ട്. നല്ല അടിപൊളി വിശ്വാസമാണ്. അവിടെ പയ്യാമ്പലത്തിൽ പിള്ളേരെങ്ങനെയുണ്ട്? ഇവരിപ്പൊ കച്ചപ്പെട്ടെല്ലാരും അല്ലേ? അടിപൊളിയല്ലേ? സത്യ കാട്ടെ, ഇവരെല്ലാരും അടിപൊളിയാട്ടാ. ബാലാണെങ്കിലും ഇവരാണെങ്കിലും സ്വലയാണെങ്കിലും എല്ലാരും അടിപൊളിയാണ്. അതാ ഗായ്സ്, നമ്മൾ പിള്ളേരെല്ലാരും കൂടിയിട്ട് പയ്യാമ്പലുണ്ട്. അടിപൊളിയാട്ടോ. എല്ലാ പിള്ളേരും അടിപൊളിയാ. എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇവരുടെ വൈബേ ഇഷ്ടപ്പെട്ട്. കൊള്ളാം. ഇച്ചുവാ ഇപ്പൊ ഇച്ചുവിന്റെ വീട്ടിൽ പോകാൻ പോക്കാന്ന്. ഇച്ചുവിന്റെ അമ്മ വിളിച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പോക്കാം എല്ലാരും കൂടി. ഇപ്പൊ ഇച്ചുവിന്റെ വീട്ടിലേക്ക് പോകാൻ ഇച്ചുവിന്റെ അമ്മ വിളിച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ പോകാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും ചായ കുടിക്കുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാം. ഇച്ചുവിന്റെ വീട്ടിൽ വന്നിട്ടല്ല നമ്മള്. ഇച്ചുവിന്റെ അമ്മ നമുക്ക് ചായ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാരും കൂടി ചായ കുടിക്കാൻ വേണ്ടി നോക്കാം. ഇച്ചുവിന്റെ അനിയ അടിപൊളിയാട്ടാ. ഇതാണ് ഇച്ചുവിന്റെ വീട്. ആന്റി ഇതാ നമുക്ക് വേണ്ടി ചായ എല്ലാം വെച്ചിട്ടുണ്ട്. ചായ കൊണ്ട് തരുന്നുണ്ട്. ആന്റി ഒരു ആയി പറ. ആന്റി നമുക്ക് വേണ്ടി ചായയും കടിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. താങ്ക് യു ആന്റി. എന്താ ഫോണാണെന്നില്ല. അടിപൊളിയാട്ടാ. നല്ല കണ്ണൂർക്കാരുടെ സ്വീകരണം അല്ലെങ്കിൽ പണ്ടേ അടിപൊളിയാണ്. അപ്പൊ അവളുടെ ആയു അപ്രിയത്തിനുണ്ട്. എടാ ഇതെല്ലാം കുറച്ച് പുതിയ മുഖങ്ങളായിരിക്കും. നിങ്ങൾക്ക് ആർക്കും പരിചയങ്ങളുണ്ടാവില്ല. ബാലിനെ അറിയില്ലേ? കയറി ചായ കുടിക്കാം. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അതിന്റെ ബാക്കിൽ ഒരാളുണ്ട്. ആ മുഖം അറിയാം. ഒപ്പന പള്ളിയിൽ പഠിച്ചതല്ലേ? എന്താടാ പേര് ഓർമ്മയില്ലേ? എന്നാലും പഞ്ചപ്പെട്ടില്ല അങ്ങനെ. വാ ഓക്കെ. ഇതുകൊണ്ട് അവന് അമ്മ ശരിയില്ല. അമ്മ അടിപൊളിയാ. ഒന്നുമില്ല, വെറുതെ ഉള്ളതാ. നിങ്ങളമ്മയിലെ പത്രം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒപ്പനേ കിടക്കൂ. സ്വന്തം മോനെ പറ്റിയാവാന്ന് പറയുന്നത് ഉള്ള നടന്ന കാര്യല്ലേ അല്ലേ അത്? ഇടില്ല. എന്തൊരു മാറ്റല്ലേ. ഇതാടില്ല. ഓക്കെ, ഇതാണത്. ഇതെന്താടാ നമ്മളിവിടുന്ന് പോക്കായി. ആന്റി നമുക്ക് ചായയും കാര്യങ്ങളെല്ലാം വെച്ചതിന് ഇതല്ലേ അടിപൊളി ചായ ആയത്. ആന്റി താങ്ക് യു. അപ്പൊ നമ്മൾ പോട്ടെ. ബൈ ബൈ. അഫ്രീം വന്ന് ചായ കുടിച്ച് ഇപ്പൊ പോക്കായി. അവിടെ പെട്ടെന്ന് പോണേ. ഇതിനകത്ത് നമ്മള് ബൈ. ഇവള് അലവിൽ പോകാൻ പോക്കാണ്. അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ നമ്മള് വ്ലോഗ് എൻഡ് ചെയ്യും. നമുക്ക് അതിനെ കാണാം. ബൈ ബൈ. ഇപ്പൊ ഡ്രോപ്പിൽ വന്നിട്ടല്ലേ. ഡ്രോപ്പില് കുറച്ച് ഡ്രസ്സല്ലേ ഷൂസ് എടുക്കാൻ വേണ്ടിട്ടല്ലേ. ഷൂ മുകളിലാണ് ഡ്രോപ്പിലുള്ളത്. നോക്കിയെടുക്ക്. ഇഷ്ടമായ പൈസ നോക്കിയെടുക്ക്. ഇപ്പൊ ഡ്രോപ്പിൽ വന്നിട്ടല്ലേ എടുത്ത ഷൂസ് കളക്ഷൻ എല്ലാം അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവർക്ക് ഡ്രസ്സിന്റെയും കളക്ഷൻ എല്ലാം ഉണ്ട്. അത് തൊട്ട താഴെ തന്നെയാണ്. ഇതാ ഡ്രോപ്പ്. അത് വെറൈറ്റി ആയിട്ടുണ്ട്. എടുത്തോ.
മഞ്ഞ ഷൂസ് പോയി കത്തുന്ന ആ പൊളിക്കൂലല്ലേ ഇത് കൊള്ളാട്ടാ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാ ഇവിടുത്തെ കളക്ഷൻ ഉണ്ട് സെറ്റ് അല്ലേ സെറ്റാവും ബാലനുണ്ട് ഇടാ അതേപോലെ തന്നെ പിള്ളേരുടെ കാറിൽ വെയിറ്റ് ചെയ്യുന്ന ഡ്രസ് അല്ല ഇങ്ങനെ അടിപൊളിയല്ലേ ഷൂസ് എല്ലാം എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഷൂസ് ഇഷ്ടായിനാ ഡെയിലി ഇടാ അല്ലേ ഡെയിലി വേറെല്ലാം എടുത്ത നമുക്ക് പോവാ നമുക്ക് പോവാ പോട്ടെ ബൈ 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 ഇന്നത്തെ വ്ളോഗ് അത്യാവശ്യം അടിപൊളി ഫണ്ടായിരുന്നു മോനെ ഇവന്റെ വീട്ടിൽ പോയി ഇവന്റെ വീട്ടിലെ അമ്മ സ്വീകരിച്ചത് അടിപൊളിയായത് പിന്നെന്താന്ന് പറയാ എല്ലാം കൂടി ഇന്നത്തെ വ്ളോഗേ ഫണ്ണാണ് എല്ലാം ഇന്ന് കൊറേ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടുകയും ചെയ്ത് സ്ഥലമെല്ലാം കിട്ടില്ല മനസ്സിലല്ലേ അടിപൊളി അപ്പൊ ബാല ഇട്ടത് കാണുന്നില്ല അപ്പൊ ഓക്കെ എല്ലാവരോടും ബൈ ബൈ അപ്പൊ അടുത്തൊരു വ്ളോഗുമായി വീണ്ടും കാണാം.